ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സ്ലിനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. മുട്ടയും സേമിയയും വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഒരു തവണ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് അറിഞ്ഞാൽ പിന്നെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എപ്പോഴും ചെയ്ത് കഴിക്കാൻ തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കുട്ടികൾക്കും വലിയവർക്കെല്ലാം ഒരുപോലെ ഇഷ്ടാവും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 250 ml കപ്പിന്റെ അളവിൽ 1.5 കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെള്ളം നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതുപോലെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊട്ടിച്ചെടുത്തിട്ടുള്ള ആ ഒരു സേമിയ ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന്റെ അളവിൽ 1.5 കപ്പ് അളവിലുള്ള സേമിയാണിത്. സേമിയ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. 2 മിനിറ്റ് സമയം മതിയാവും. ഈ സേമിയ നല്ല പോലെ വെന്ത് കിട്ടും. അതുപോലെ വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കോഴിമുട്ടയാണെങ്കിൽ ഒരു 30 മിനിറ്റ് മുന്നേ തന്നെ പുറത്തെടുത്ത് വെച്ചിരിക്കണം. അതിൻ്റെ ആ ഒരു തണുപ്പൊക്കെ വിട്ടതിന് ശേഷം മാത്രം നമുക്ക് എടുക്കാവുള്ളൂ. ഇതിന് ഒരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കരുത്, അപ്പോൾ ഇതിൻ്റെ പരുവം തെറ്റിപ്പോവും. ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു 5 കോഴിമുട്ടയും ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു നുള്ള് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലുള്ള പാൽപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അടിച്ചെടുക്കാതെ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ കിട്ടുള്ളൂ. അടുത്തതായി ഇതിലേക്ക് വേണ്ടത് റവയാണ്. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ അളവിലുള്ള റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവയാണ് വേണ്ടത്. റവ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ ഒന്ന് വിസ്ക് വെച്ച് അടിച്ചെടുക്കാം. പിന്നെ വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഒന്നുകിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കര ഉരുക്കിയതോ ആണ് വേണ്ടത്. പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ പൊടിച്ചിട്ട് കൊടുക്കാൻ നോക്കുക. ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉരുക്കി ഒഴിച്ചു കൊടുക്കുക. 200 ഗ്രാം ശർക്കര എടുത്ത് വെള്ളത്തിലിട്ട് ഉരുക്കിയെടുത്തത് ഇതുപോലെ 250 ml കപ്പിന്റെ അളവിൽ 1/4 കപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു 250 ml കപ്പിന്റെ അളവിൽ 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോഴാണ് അതിന്റെ മിക്സ് കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത് വെച്ചിരുന്ന ആ ഒരു സേമിയ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ള് ഉപ്പും ഈ പലഹാരത്തിന് നല്ലൊരു മണത്തിനും പ്രത്യേക ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ പരുവം എങ്ങനെയാണെന്നുള്ളത് ഞാനിവിടെ ഒരു കയ്യിൽ കൊണ്ട് കോരി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇതിനി ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ കേക്കിൻ്റെ മൗൾഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ മുകൾ ഭാഗം വരെ നെയ്യൊന്ന് സ്പ്രെഡാക്കിയിട്ടുണ്ട്. ഇത് വെന്ത് വരുമ്പോൾ നല്ലപോലെ പൊങ്ങി വരും, പിന്നെയാണ് താന്നു പോകുന്നത്. ഇനി ഞാനിത് ഇഡ്ഡലിച്ചെമ്പിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് അരിപ്പത്തട്ട് ഇറക്കി വെച്ച് അതിനുള്ളിലേക്കാണ് ഈ ഒരു മൗണ്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 30-40 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കുമ്പോഴേക്ക് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പഞ്ഞ് പോലത്തെ ഒരു പലഹാരം റെഡിയായി കിട്ടി. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടാവും. കുട്ടികൾക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, അവർ മത്സരിച്ച് കഴിക്കും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇതൊന്ന് ഞാൻ പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.